സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ഒരു അടിപൊളി കിണ്ണം കാച്ച ക്വസ്റ്റ്യൻ ആയാലോ? ക്വസ്റ്റ്യൻ മുകളിൽ കിടപ്പുണ്ട്, മക്കളെ വായിച്ചു നോക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിൽ 2 ഡിസ്ക് ആണുള്ളത്. ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I1, അടുത്ത ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I2 ആണ്. ഫസ്റ്റ് കേസിൽ നമ്മളുടെ ഫസ്റ്റ് ഡിസ്ക് ω1 എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു. എന്നിട്ട് 2 ഡിസ്കും കൂടെ ഒരുമിച്ചിരുന്ന് ω എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുന്നു. ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ ആംഗുലർ മൊമെന്റം ആണ്. അതേപോലെ തന്നെ ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഡിസ്ക് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ I1 ω1 ആയിരിക്കും. ഫൈനൽ ആംഗുലർ മൊമെന്റം 2 പേരും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ആംഗുലർ മൊമെന്റം 2 ഡിസ്കിനെ നമ്മൾ എടുക്കണം. അപ്പോൾ I1 ω പ്ലസ് I2 ω എന്ന് വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കിട്ടി. ഇവിടെ നിന്നും ഒമേഗാനെ നിങ്ങൾ കോമൺ എടുക്കുക. എന്നിട്ട് ഒമേഗാനെ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടും I1 ω1 ഡിവൈഡഡ് ബൈ I1 പ്ലസ് I2 ആണ് ω എന്ന് പറയുന്നത്. ഇതേപോലുള്ള കിണ്ണം കാച്ചി അടിപൊളി ക്വസ്റ്റ്യനുമായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.